വരുന്ന ഒരു വാർത്തയിലേക്ക് പോവാണ്. ഡൽഹി കേരള ഹൗസിൽ അച്ചടക്ക നടപടി വരികയാണ്. കേരള ഹൗസിലെ വനിതാ ലോ ഓഫീസറെ സെക്രട്ടേറിയറ്റിലെ മാതൃവകുപ്പിലേക്ക് തിരിച്ചയച്ചു. റെസിഡന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി വന്നിരിക്കുന്നത്. സി ഗ്രാൻസിയെയാണ് അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. ശരത് ലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഡൽഹിയിൽ നിന്നും ചേർന്നു. ശരത് ലാൽ, അടിയന്തര നടപടിക്ക് പിന്നിലെ കാരണം എന്താണ്? സേതു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗ്രാൻസിയെ സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. നേരത്തെ തന്നെ ഗവർണറുടെ വാഹനത്തിലേക്ക് കാർ ഇടിച്ചു, അത് സംബന്ധിച്ച ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ആ സമയത്ത് കാർ ഓടിച്ചു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. കീഴുദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയെന്നതിന്റെ കീഴുദ്യോഗസ്ഥയും പരാതി കൊടുത്തിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്താണ്. അതുമാത്രമല്ല, അഡീഷണൽ സെക്രട്ടറി ആയ റാങ്കിലുള്ളവരെയാണ് കേരള ഹൗസിൽ ലോ ഓഫീസറായി നിയമിച്ചത്. അത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു. നേരത്തെ തന്നെ പരാതിയുണ്ട്. LDF സർക്കാരാണ് സി ഗ്രേസിയെ ഇവിടെ ലോ ഓഫീസറായിട്ട് നിയമിച്ചത്. കാരണം മാതൃവകുപ്പിൽ സെക്രട്ടേറിയറ്റിൽ ലോ അഡീഷണൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണവർ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണക്കിലെടുത്താണ് ഇപ്പോൾ വീണ്ടും ഒരു റെസിഡന്റ് കമ്മീഷണർ ഇവരെ അടിയന്തരമായി സ്ഥലം മാറ്റണമെന്നൊരു നിർദ്ദേശം നൽകിയത്, അല്ലെങ്കിൽ ശുപാർശ നൽകിയത്. അടിസ്ഥാന ഇന്നലെ തന്നെ അടിയന്തരമായിട്ട് അവരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. ഏതായാലും വനിതാ ഒരു ലോ ഓഫീസർ കേരള ഹൗസിൽ നിന്ന് തിരുവനന്തപുരം മാതൃവകുപ്പിലേക്ക് തിരിച്ചു പോവുകയാണ്. ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി. ഇപ്പൊ കേരള ഹൗസിലെ അച്ചടക്ക നടപടി, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ. ഇന്നലെ